ഒയാസിസ് മദ്യ കമ്പനിക്ക് CPIയുടെ വെട്ട്. എലപ്പുള്ളിയിലെ ഡേറ്റ ബാങ്കിൽ ഭൂമിയെ തരം മാറ്റാനുള്ള കമ്പനിയുടെ അപേക്ഷ അത് പാലക്കാട് RDO തള്ളി എന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പിന്റെ തീരുമാനമാണ്. റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. CPIയുടെ വകുപ്പിലാണ് ഇപ്പോൾ ഒയാസിസ് മദ്യ കമ്പനിക്കുള്ള വെട്ട് വന്നിരിക്കുന്നത്. ഡേറ്റ ബാങ്കിൽ തരം മാറ്റാനുള്ള അപേക്ഷയിൽ അത് നിരസിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗോകുൽ വീസ്റ്റ്. ഗോകുൽ, വലിയ രാഷ്ട്രീയ വിവാദം തുടരുന്നതിനിടയിൽ CPIയിൽ തന്നെ എതിർപ്പ് ഉയർന്നു വരുന്നതിനിടയിലാണ് തരം മാറ്റത്തിനുള്ള അപേക്ഷ തള്ളുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വ്യക്തമാകുന്നുണ്ട്? അതായത് എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി അത് തരം മാറ്റേണ്ട ആവശ്യമുണ്ട്. അത് പാടം വിഭാഗത്തിൽ കിടക്കുന്ന ഭൂമിയാണ്. അത് തരം മാറ്റാനുള്ള അപേക്ഷയാണ് ഇപ്പോൾ പാലക്കാട് RDO തള്ളിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ കാലം വരെ 2008 വരെ അവിടെ നെൽകൃഷി നടത്തിയ ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ, ഇത് മടക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 24 ഏക്കർ ഭൂമിയായിരുന്നു ഇത്തരത്തിൽ തരം മാറ്റാൻ അപേക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന് അനുമതി ലഭിച്ചിട്ടില്ല. RDO അതായത് റവന്യൂ വകുപ്പാണ് അത് ആ ഒരു അപേക്ഷ തള്ളിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിയമപരമായ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. രണ്ടും ഇതിൽ പ്രസക്തമാണ്. ഇത്തരത്തിൽ ഈ കമ്പനി, അതായത് കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ ഈ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ MP ഒക്കെ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 24 ഏക്കർ പാടമാണ്, അതെങ്ങനെ തരം മാറ്റാൻ കഴിയും, അതിന് നിയമപരമായ പ്രശ്നങ്ങളില്ലേ, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ RDO ഈ ഫയൽ മടക്കുകയാണ്. കാരണം ഇതിൽ നെൽകൃഷി നടന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നിലവിൽ തരം മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്ന് പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിൽ 24 ഏക്കർ ഭൂമിയാണ് ഒയാസിസ് കമ്പനി വാങ്ങിയത്. അതിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് കമ്പനി വാങ്ങി. 4 ഏക്കറാണ് നിലം ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞത് 24 ഏക്കർ എന്നായിരുന്നു. 4 ഏക്കറാണ് നിലമായിരുന്നിരുന്നത്. ഇത് തരം മാറ്റാനുള്ള അപേക്ഷയാണ് RDO തള്ളിയത്. അത് നെൽകൃഷി നടത്തിയ സ്ഥലമായിരുന്നു. 2023 4 ഏക്കർ ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ്, ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ തള്ളുന്നത്. അതേസമയം തന്നെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പൊതുവായി ഒരു സംരംഭം വരുന്നു, ഒട്ടേറെ പേർക്ക് ജോലി കിട്ടുന്നു. അങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാം, ഇത്തരം സ്ഥലങ്ങളെ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി അനുമതി നൽകാം എന്നതാണല്ലോ നെൽവയർ നീർത്തട നിയമത്തിൽ തന്നെ ഉള്ളത്. ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത്, CPM വാദിക്കുന്നത് ഒട്ടേറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്നതാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അനുമതി നൽകാമായിരുന്ന അപേക്ഷയിലാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ തീരുമാനം തന്നെയാണ് എന്ന് വ്യക്തമാവുകയല്ലേ? അതായത് രാഷ്ട്രീയമായ എതിർപ്പായിരുന്നു ആദ്യമെങ്കിൽ അത് ഔദ്യോഗിക തലത്തിലേക്ക് കടത്തിയിരിക്കുകയാണ് CPI. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഇതിലെടുത്ത് കാണേണ്ടത്. സ്വാഭാവികമായും മന്ത്രി തലത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നയപരമായ ചില തീരുമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമ സാങ്കേതിക പ്രശ്നങ്ങൾ പൊതുവെ ബാധകമാകാറില്ല. അതിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. അതിൽ നിയമത്തിൽ തന്നെ അതിൽ ഇളവുകളുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു പദ്ധതി വരുമ്പോൾ അത് ഇപ്പോൾ ഈ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ നിരസിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അതായത് ആ 4 ഏക്കർ തരം മാറ്റാൻ കഴിയാതെ വരുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയം തന്നെയാണ്. കാരണം CPIക്ക് നേരത്തെ തന്നെ ഈ പദ്ധതിയോട് പല അതൃപ്തികളും ഉണ്ടായിരുന്നു. അത് പരസ്യമായി തന്നെ വന്നതാണ്. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല ഇത് കുടിവെള്ളത്തെ തന്നെ ബാധിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ CPI പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് തങ്ങളുടെ ഒരു വകുപ്പാണ്, റവന്യൂ വകുപ്പ്. അപ്പോൾ അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന് ആ വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണ്. മാത്രവുമല്ല ഇത് മറ്റ് ഈ മന്ത്രിസഭയിൽ തന്നെ എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിസഭാ തലത്തിൽ തന്നെ വേണ്ടത്ര ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള പലതരത്തിലുള്ള, എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ല ഈ പദ്ധതി നടപ്പായത് അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നൊക്കെ തന്നെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അതൊക്കെ തന്നെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഒരു നിയമപരമായ രീതിയിലേക്ക് വരുന്ന കാര്യത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. RTO ഈ ഫയൽ മടക്കിയിരിക്കുന്നു. അതിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഗൂഗിൾ എന്തായാലും വളരെ നിർണായകമായ ഒരു വെട്ട് അത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നു. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ ഒക്കെ പ്രതികരണം, ഇതിന്റെ വിവാദം തുടങ്ങുമ്പോൾ തന്നെ കുടിവെള്ളം മുടക്കിക്കൊണ്ടൊരു വികസനത്തിനും തങ്ങൾ കൂടുതലില്ല, പക്ഷേ വികസനം വേണം, അത് കുടിവെള്ളം മുടങ്ങാതെ ആയിരിക്കണമെന്നാണ്. പിന്നെ CPIയുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വലിയ തോതിൽ ജില്ലാ ഘടകങ്ങൾ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗിക തലത്തിൽ എങ്ങനെയാണ് അവരുടെ എതിർപ്പ് എന്ന് നമ്മൾ കൃത്യമായി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ എതിർപ്പ് അപേക്ഷയിൽ ഇപ്പോൾ അനുകൂലമായ തീരുമാനം പറ്റില്ല എന്ന നിലപാട് കൃത്യമായി അത് വ്യക്തമാക്കുന്ന തീരുമാനം. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുമോ ഈ തീരുമാനം തിരുത്തപ്പെടുമോ? സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു വിഷയം എന്ന നിലയിൽ RDO ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കില്ല. അത് മുകളിലേക്ക് റെഫർ ചെയ്ത് തന്നെയായിരിക്കും ആ തീരുമാനം വരിക. അത് റവന്യൂ മന്ത്രി തലം വരെയെങ്കിലും അറിയും. സ്വാഭാവികമാണ്, വലിയ രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് അങ്ങനെ അറിഞ്ഞു തന്നെ ആയിരിക്കും. അപ്പോൾ ഈ തീരുമാനം അത് റവന്യൂ വകുപ്പിന്റെ തീരുമാനം തന്നെയായി തന്നെ കാണേണ്ടി